ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ് ആസ് എ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ സെക്കൻഡ് സെമസ്റ്ററിലാണ്. എൻ്റെ ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഈ സെമസ്റ്ററും തീരും. അപ്പം ഞാൻ വിചാരിച്ചൊരു ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വീഡിയോ ഇട്ടു. അപ്പം ഞാൻ വിചാരിച്ചു സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കൂടി ഡേ ഇൻ മൈ ലൈഫ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് യൂഷ്വലി ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിസിയസ്റ്റ് വീക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനലാണ് മാർച്ച് 4-ന്. അപ്പം മാർച്ച് 4-ന് ഫൈനലായതുകൊണ്ട് അവസാന റൗണ്ട് ഓഫ് ക്വിസ്, പ്രസൻറ്റേഷൻ, ആ ഒരു ടെയിലൻ്റ് ഇല്ലേ, അങ്ങനെയാണ്. 2-3 ദിവസമായിട്ട് നമുക്ക് ഉറക്കമൊന്നുമില്ല. ഇപ്പം സമയം 8:30 ഞാൻ എണീച്ചിട്ട് 1 മണിക്കൂർ. ഞാൻ 7:30 എണീച്ചു. നിങ്ങൾ വിചാരിക്കില്ല ഞാൻ ഡെയിലി ഈ 7:30 എണീക്കുന്ന കൊച്ചാണ്. ആക്ച്വലി ഞാനൊരു ടൈമിൽ ഞാൻ എണീക്കേനു, ലൈക്ക് ഞാൻ മോർണിംഗ് ബേർഡാണ്. പക്ഷേ ഇവിടുത്തെ തണുപ്പൊക്കെ എണീക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അമ്മ എന്നെ വിളിച്ചുണർത്തിയതാണ്. അമ്മ ഒരു 10-20 വട്ടമെങ്കിലും വിളിച്ചിട്ടായിരിക്കും ഞാനൊന്ന് എണീച്ചത്. പിന്നെ ഞങ്ങളമ്മക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീട്ടിലോട്ട് സ്വാഗതം. ഞാൻ എണീച്ചപ്പോൾ തന്നെ ആസ് യൂഷ്വൽ കാപ്പി കുടിച്ചു. എനിക്ക് അങ്ങനെ അതൊന്നും വീടെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഇല്ലെങ്കിൽ കുടിക്കുന്നില്ല. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ഇപ്പം ഞാൻ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് എലക്റ്റീവ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന് ലാസ്റ്റ് റൗണ്ട് ക്വിസിന് പ്രസൻറ്റേഷനാണ്. അപ്പോൾ അത് ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഞാനും ഒന്ന് അശ്വിനിയുമാണ്. അശ്വിനി ഉറങ്ങുവാണ്. നിങ്ങൾ ആ ഒരു സാധനം കണ്ട് അതില്ലേ എൻ്റെ ട്രൈപോഡി ഞാൻ തോർത്തുറങ്ങായിട്ടേക്കുന്നത്, വെളിയിടാൻ പറ്റത്തില്ല. കോമൺ യൂഷ്വൽ തിങ്സ്. ഓക്കെ, അപ്പം ഈ സോഷ്യോളജിയുടെ പ്രസൻറ്റേഷൻ അപ്പം ഞാൻ കണ്ടൻറ്റൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് എഡിറ്റിംഗ് സംഭവങ്ങളുണ്ട്, അതുണ്ട്. പിന്നെ ഇന്ന് ആക്ച്വലി ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള ഭയങ്കര ബിസിയസ്റ്റ് ഡേ ആയിരിക്കും. കാരണം ഇന്നെനിക്ക് 10 തൊട്ട് 12 മണി വരെ ക്യാബ്സ് ഉണ്ട്. 12 തൊട്ട് 1 മണി വരെ, ലൈക്ക് 12 തൊട്ട് 1 മണി വരെ, അല്ലെങ്കിൽ 1 തൊട്ട് 2 വരെ, എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കയറി എനിക്കെൻ്റെ റേഡിയോളജിയുടെ ലാസ്റ്റ് ക്വിസ് കൊടുക്കണം. ആൻഡ് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിന് പഠിച്ചിട്ടില്ല, തുറന്നു പോലും നോക്കിയിട്ടില്ല. അതിനി ഇരുന്ന് പഠിക്കണം. പിന്നെ 3 മണി തൊട്ട് എനിക്ക് ഈ സോഷ്യോളജിയുടെ പ്രസൻറ്റേഷൻ കൊടുക്കണം. സോ ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ടുള്ളൊരു ഡേ ആണ് ഇന്നത്തെ പരിപാടി. അതാണ്. ആൻഡ് ഇവിടെ ട്ബിലിസി എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം ആക്ച്വലി സ്നോഫാളിങ് ഇവിടെ. അതിന് ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു. വെയിൽ ഇൻ ദ സെൻസ് ഭയങ്കര വെയിലുണ്ട്, പക്ഷെ പുറത്ത് തണുപ്പുണ്ട്. അതാണ് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഒടുക്കത്തെ തണുപ്പാണ് ഇപ്പോൾ വന്ന് ബോഡിക്ക് ലൈക്ക് താങ്ങാനുള്ള ശേഷി കുറഞ്ഞു പോയതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഇപ്പോഴും. ഇതാണ് നമ്മുടെ പ്രസൻറ്റേഷൻ. ഞാൻ ടൈറ്റിൽ ചെയ്യണം ഇനി. അപ്പം നിങ്ങൾ നോക്കൂ, ഇത് വളരെ ചെറിയൊരു പ്രസൻറ്റേഷനാണ്. 30 സ്ലൈഡ്. ഫോർ വാട്ട് എനിക്കറിഞ്ഞൂടാ. ആരെങ്കിലുമൊക്കെ 30 സ്ലൈഡ് ഈ സാറിൻ്റെ ഓരോരോ കാര്യങ്ങൾ. കുഴപ്പമില്ല, ChatGPT ഒക്കെ ജീവിച്ചു പോകും നമ്മൾ. അപ്പം എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തേനു ടോപ്പിക്ക് മറ്റേ ഷുഡ് വുമൻ ചൂസ് ബിറ്റ്വീൻ. അപ്പം എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഷുഡ് വുമൻ ചൂസ് ബിറ്റ്വീൻ ഫാമിലി ഓർ കരിയർ. ഇതാണ് എൻ്റെ ടോപ്പിക്. നല്ലൊരു ടോപ്പിക്കല്ലേ അതെ, നമുക്ക് കുറേ പറയാനുണ്ടല്ലോ. അപ്പം അതാണ് ടോപ്പിക്. അപ്പം ഞാൻ ഭാഗ്യം കൂടി എഡിറ്റ് ചെയ്യട്ടെ.
എന്താ അറിയോ, നമ്മളെപ്പം നേരത്തെ പോയാലും അന്ന് ലിഫ്റ്റിനൊരു പ്രശ്നമായിരിക്കും. ഇതുവരെ ലിഫ്റ്റിനൊരു കുഴപ്പമില്ല. ലിഫ്റ്റ് ഇപ്പം മുടക്കിലാക്കി. ഇപ്പം 9-10 മണിയായി. കുഴപ്പമില്ല. ടീച്ചർ കുറച്ച് കുറച്ച് കോഫി എടുത്ത് അത് സ്പില്ലായിപ്പോയി. അശ്വിനീനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അശ്വിനി ഇപ്പോൾ വരും. എനിക്ക് കുറച്ച് വേസ്റ്റുകളെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ഇറങ്ങി. നമ്മളിങ്ങനെ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എപ്പോഴും ഇങ്ങനെ താമസിച്ചാണ് യൂണിവേഴ്സിറ്റി പോകുന്നത്. ആക്ച്വലി എന്താ അറിയാം, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ അന്ന് എനിക്ക് ഭയങ്കര ടൈം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു കോഫി ഉണ്ടാക്കി തരും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല വാട്ടർ കോഫി ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഓ തണുത്തിട്ട് വയ്യ. ഈ കൊച്ചിതെവിടെ പോയി കിടക്കുന്നു? അശ്വിനി വന്നു ഗേസ്. നോക്ക് കുട്ടി ഇങ്ങോട്ട്. കുട്ടി 9:45 എണീച്ചത് 10 മണിയുടെ ക്ലാസ്സിൽ. എന്ത് തോന്നുന്നു? Business will services business rokoচ্ছে. Lights is you have a very peculiar receptors that are called the baroreceptors. So have you ever guys seen the movies when, let's say, a fighter compresses the neck of the person and they immediately lose the consciousness? You might think that it is exaggerated, but in reality, what this person is doing is stimulating these baroreceptors that, as it turned out, are sending impulses to the CNS with the fibers of the vagus nerve. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. താങ്കൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അശ്വിനിക്ക് ജെനറ്റിക്സ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഹെക്റ്റിക് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ജെനറ്റിക്സ് കൊടുത്തു. അല്ലാതെ സമയമില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത്. നമ്മൾ ബി സെക്യൂർഡ് ടേബിൾ ഹിയർ, ഒരു സ്ലൈഡിങ് ടേബിൾ. ഗൈസ്, നിങ്ങൾക്ക് ഈ എക്സ്റേ ഒക്കെ കാണുമ്പം നിങ്ങൾക്ക് വിചാരിക്കത്തില്ലേ ഡോക്ടർമാരിതെങ്ങനെ മനസ്സിലാക്കുമെന്ന്? നിങ്ങൾക്കറിയാമോ, ഇന്ന് എനിക്ക് എക്സാം ഉള്ളത് റേഡിയോളജിയാണ്. ആൻഡ് ഇത് കണ്ടു, ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ പറയണം. നിങ്ങൾക്കിത് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കാണിച്ചില്ല. നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് ഇത്രയും മാർക്കിങ്സ് പറയണം. ഞങ്ങളുടെ സാറാണെങ്കിൽ ഈ നമ്പരെല്ലാം തുടച്ച് കളയും. എന്നിട്ട് അയാളുടെ ഇത് പറ, ഇത് പറ, ഇത് പറ, ഇത് പറ, ഇത് പറ. ഇതൊക്കെ നമ്മൾ ഓക്കെ, കുറച്ച് സ്ട്രക്ചറൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കും. അതില്ല, ഇതിലും മറ്റൊരു സാധനമുണ്ട്. അടുത്തതാണ് ഇത്. ഇത് ക്രേനിയൽ നെർവ്സാണ്. കാണുമ്പോൾ വര പോലെ തോന്നുമെങ്കിലും ഇത് ക്രേനിയൽ നെർവ്സാണ്. ഇതെന്താ 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 ഇതെന്താന്ന് അയാൾ ചോദിക്കും. എനിക്ക് ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയും? എല്ലാ സീറ്റിൻ്റെയും ഞാൻ ചാർജിങ് പോയിന്റ്.
നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി അശ്വിനി ഫസ്റ്റ് പോയി. കാരണം അശ്വിനിക്ക് വേറൊരു ക്ലാസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇല്ല, അയാൾ സമ്മതിച്ചില്ല. ലൈക്ക് ഞങ്ങളുടെ ബാച്ച് ബുധനാഴ്ചയായിരുന്നു. നമ്മൾ ബുധനാഴ്ചയ്ക്ക് വരും ഇന്നത്തെ ബാച്ചിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ബാച്ച് അയാളെ കയറ്റുന്നില്ല. സബ്ജക്റ്റ് പാസ്സായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് എസ്വിൻ്റെ വാഷ്റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ ഗൈസ്, അശ്വിനി അങ്ങനെ പോവാണ് ജെനറ്റിക്സിന്റെ ക്വിസിന്. ഓൾ ദ ബെസ്റ്റ് അശ്വിനി. Thank you. ഗൈസ്, അപ്പം നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാമോ? ലൈബ്രറിയിലോട്ടാണ്. കാരണം അശ്വിനി 1 മണിക്കൂറുള്ളിൽ അശ്വിനി വരും. അപ്പം അശ്വിനി വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വല്ലതും പോവാം. അപ്പോൾ ഇപ്പം ലൈബ്രറിയിലോട്ടാണ് പോകുന്നത്. ആ സോഷ്യോളജിയിൽ അതിൻ്റെ കുറച്ച് മിനിക്ക് പണികളോട് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. എന്തായാലും ഇമേജിങ് റേഡിയോളജി പോയി കിട്ടി, കുഴപ്പമില്ല. അന്നേരം ആ വരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നടക്കത്തില്ല. അപ്പം ലൈബ്രറി നിങ്ങളൊക്കെ കാണിക്കണം. എപ്പോഴും ലൈബ്രറി കണ്ടിട്ട് മടുത്തില്ല നിങ്ങൾ. ഹായ് ഗൈസ്, അപ്പം പ്രസൻറ്റേഷൻ ഒരുമാതിരി നോക്കിയിട്ടുണ്ട്. ആക്ച്വലി ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷനാണ്. ഞാനും അശ്വിനിയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം അയ്യോ ആൾക്കാർ നമ്മൾ അപ്പം ഇന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. അശ്വിനി ജെനറ്റിക്സ് വളരെ വിജയിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സോഷ്യോളജിയുടെ പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ബാധ്യതകളും സെമസ്റ്ററിന്റെ എനിക്ക് ഞാൻ എൻ്റെ അനട്ടമിയൊക്കെ കഴിഞ്ഞാണ് ഗൈസ്. എൻ്റെ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫിസിയോളജി ഉണ്ട്. ഫിസിയോളജി എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. സെക്കൻഡ് സെമസ്റ്ററിൽ ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ ഇരിക്കുന്ന പിള്ളേർ നിങ്ങൾ നെല്ലിനെ തന്നെ എടുക്കണം, വേറെ ആരെയും എടുക്കരുതെന്ന് അനുഭവിച്ചു. അയ്യോ ഓക്കെ ശരി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എവിടെയാണ് ശുനി പോകുന്നത്? പാലസ് കിച്ചണിലാണോ പോകുന്നത്? കറി പോട്ടിലാണോ പോകുന്നത്? പാലസ് കിച്ചണിൽ പോകാം. കുറേ പോയിട്ട് പാലസ് കിച്ചൺ അങ്ങനെ അതെ അതെ. നമ്മൾ ബൈ പാലസ് കിച്ചണിന്റെ മെസ്സും ഹോസ്റ്റലിലും വേണം നമ്മൾ നിന്നത്. അതെ, പിന്നെ നമ്മൾ ഷിഫ്റ്റായി. അതെ, നമുക്ക് മതി ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണോ. അശ്വിനിക്ക് വീട്ടിലത്തെ ഫുഡൊക്കെ മിസ് ചെയ്തോണ്ട്. ഓക്കെ ബൈ ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഒരു നീണ്ട കോൺവെർസേഷനൊടുവിൽ നമ്മൾ പാലസ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താന്ന് പറ. നമ്മളെ ഒരു ബീഫ് പെപ്പർ മസാല കോംബോ. അപ്പം അതിൽ നമുക്ക് പൊറോട്ട വരും, പിന്നെ ഗീ റൈസ്. പെപ്പർ മസാല എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും ഓൺ ഫയർ ആയിരിക്കും. അതെ. ഷേക്ക് വേണോ? ഷേക്ക് എങ്കിൽ ലാർജ് മേടിച്ചാൽ മതി. ഷേക്ക് എന്തായാലും ഓറഞ്ചിൻ്റെ ഷേക്ക്. അയ്യോ ഓൾ ആണ് ഗൈസ്. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരുന്നതായിരിക്കും ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ എന്താണ് പറയുക, എന്താണ് ഇവിടെ നടക്കുന്നത്? മഞ്ഞ് പെയ്യുന്ന ഗൈസ്, സ്നോ ഫ്ലേക്സ്. പക്ഷെ അത് ക്യാമറയിലൊന്നും കാണിക്കാൻ പറ്റില്ല. ഭയങ്കര കയ്യിൽ പോലും കാണില്ല. ചെറുതായിട്ടൊരു പൊടി ഇങ്ങനെ നോക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ പൊടി പൊടിയായിട്ട് താഴെ വീഴുന്നത്. അശ്വിനിയുടെ തലയിലൊക്കെ ആയി ഗൈസ്. അശ്വിനെ മാത്രം സൂം ചെയ്താൽ മതി, നമുക്ക് സ്നോ ഫ്ലേക്സ് കാണാൻ പറ്റും. ഈ പെരുമയാണ് ഗൈസ്. നമ്മൾ നമ്മുടെ പ്രസന്റേഷൻ കൊടുക്കാൻ പോവുകയാണ്. അത് കഴിച്ചിട്ട് പഠിച്ചിട്ടില്ല, എന്നാലും പ്രസന്റേഷൻ അതാ നമ്മുടെ ഒരു മനസ്സിലല്ലേ, കോൺഫിഡൻസ് തന്നെ നമുക്ക്. ഇത് അവകാഡോ ഷേക്കാണ് ഗൈസ്. എന്ത് പറയുന്നു, എഴുതി ഒട്ടിച്ച് നോക്കണം.
നിങ്ങൾ സ്നോഫാൾ കാണുന്നുണ്ട്. ഓ സീ നോക്ക്. നല്ല സ്നോഫാൾ ഉണ്ട് ഗൈസ്. എൻ്റെ കൈ വീഴത്തില്ല. ഇതാ ഈ കാറിൻ്റെ മേലെ വന്ന് വീഴുന്നുണ്ട്. So much beautiful from outside. Even at the night time, it's lighting. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ. നിന്റെ പേര് പറഞ്ഞു. ഗൈസ് ഇവർക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സ്ഥലത്ത് കൊണ്ടുവന്നേക്കാണ്. പറയൂ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബ്ലോഗിൽ? നമ്മള് ബയോകെമിസ്ട്രി ഫിസിയോളജി പാസ്സായി ഗൈസ്. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണിത്. അതെ അതെ, സെക്കൻഡ് സെമസ്റ്ററിൽ അതും ഗിയോർഗിയും ഇർമയും രണ്ടാളും. ഇറുമ ആക്ച്വലി ഗൈസ് ഈ വട്ടം വലിയ സീനില്ലേനു അല്ലേ? പക്ഷെ വെലീനെ വെച്ച് നോക്കും ചെറുമ സീനാണ്. നമ്മള് പാസ്സായി. നമുക്ക് ഇർമിയും ഗിയോർഗിയും ഉണ്ട് ഗൈസ്. അത് ഞങ്ങൾക്ക് രണ്ടാക്കും. എനിക്ക് നെല്ലി ഗിയോർഗിയാണ്. ഗിയോർഗിയുടെ ഞാൻ പാസ്സായി. നെല്ലിയുടെ അറിഞ്ഞൂടാ ഗൈസ്, അടുത്ത ആഴ്ച അറിയാം. അല്ല എൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് ഇത്രയും നാളും എസ് യുവിൽ വന്നിട്ട് എന്താണ് പറയാനുള്ളത്? എസ് യുവിനെ പറ്റി നല്ല നല്ല യൂണിവേഴ്സിറ്റി പറ്റി പറ. യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി. ഓക്കെ, കൂട്ടത്തില് നല്ല യൂണിവേഴ്സിറ്റി. വെറുതെ പാസ്സാക്കി വിടുമൊന്നുമില്ല. കഷ്ടപ്പെട്ടു വല്ലാണ്ട്. For a long years of time, we all are expecting for women to be chosen from a career or a family. Years of known, like society being pulled women to being a housewife rather than having them to pursue their ambition. Winter maternity leave and lack of flexible work options that make it harder for a woman to continue her career. Remote work options, part-time jobs, and they could also by this the women and support each other and professional, business or work relationships maintain across. independence. There is pros and cons in independence. Like some people's ഗൈസ് നമ്മുടെ അങ്ങനത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഇന്നത്തെ. ടുഡേ വാസ് എ വെരി ലോങ് ഡേ അല്ലേ? ഒടുക്കത്തെ ആക്ച്വലി ഇവിടെ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ക്ലാസ്സിലിരുന്നു, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിന്ന് വീട്ടിൽ തന്നിട്ട് എന്താ പരിപാടി അശ്വിനോട് ചോദിക്കാം. അശ്വിന് എന്താണ് വീട്ടിൽ തന്നിട്ട് പരിപാടി? കുളിക്കോ? ഞാൻ വീട്ടിൽ തന്നിട്ട് എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ അതെ 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 അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും. ലെറ്റ്സ് സീ. എനിക്ക് ഇൻഡസ്ട്രിയിലെ ഗുലാബ് ജാമുൻ കഴിക്കാൻ തോന്നുന്നു. ഇന്ന് പൊട്ടിച്ച പൈസയുടെ ഒരു അതെ പൈസ പോക്കാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇവിടെ എന്തോ പ്രൊട്ടസ്റ്റ് നടക്കണം. അതിനാണ് ഈ പുറകിലുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കിടന്നുറങ്ങുന്നത്. വേറെ എവിടെ സ്ഥലമില്ല അവർ കിടന്നുറങ്ങുക, ഉറങ്ങുക. ഇതൊന്നു ഗൈസ്. ഓക്കെ ഗൈസ് ബൈ. ഇതോ ആര്യമൊക്കെ പോന്ന്. അതെന്താണ് നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഇതൊക്കെ അത് കാണും കേട്ടോ. ഗൈസ് ബൈ. തണുക്കുന്നു. ഗൈസ് നമ്മൾ അങ്ങനെ നമ്മളുടെ വളരെ കുടുംബ സ്വത്തായിട്ടുള്ള ഇനി കുറേ വന്നിട്ടുണ്ട്. ഇവിടെ വരാതെ നമ്മൾ ഒരു ദിവസം പോലും ഇവിടെ വരാതിരിക്കത്തേ ഇല്ല. ഇതിൻ്റെ മേലാണ് നമ്മുടെ ഫ്ലാറ്റ്. അശ്വിനി ചിക്കൻ കറി വെക്കാൻ വേണ്ടി തക്കാളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അശ്വിനി സ്പെഷ്യൽ ബിരിയാണിയാണ് ഗൈസ്. എന്ത് ബിരിയാണി അശ്വിനി വെക്കുന്നത്? ചിക്കൻ ബിരിയാണി അല്ല, പിന്നെ റൈസും. നീ അല്ലേ പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നതെന്ന്? ഇവള് പറഞ്ഞെന്ന് ഗൈസ്, ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നതെന്ന്. ചിക്കൻ കറി അല്ലല്ലല്ല, നീ ബിരിയാണി തന്നെ, നീ ഒന്നും പറയണ്ടേ. ഇനി നമ്മൾ തക്കാളി അങ്ങനെ ബില്ല് ചെയ്യുന്നു ഗൈസ്. നമ്മൾ അങ്ങനെ
വർഷങ്ങളുടെ ശേഷം നമ്മൾ ഇവിടെ വന്നു, വീട്ടിൽ വന്നു ഗൈസ്. അപ്പം ഞാൻ ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുവാണ്. കാരണം ഇനി എനിക്ക് ശക്തിയില്ല വീഡിയോ എടുക്കാൻ, ക്ഷീണിച്ചു ഞാൻ. അപ്പം ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടാറ്റാ ടാറ്റ പറയാം. സബ്സ്ക്രൈബ് ടാറ്റാ ഗൈസ്. ആക്ച്വലി ഞാൻ വീഡിയോ എൻഡ് ചെയ്തതാണ്. പക്ഷെ ഇപ്പം നോക്കുമ്പം ഒരു കാര്യം, സ്നോ ഞാൻ കാണിച്ചത്. ഇന്ന് സ്നോ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അയ്യോ പോയോ, എനിക്ക് ഭാഗ്യം ഒട്ടുമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഉണ്ടോട്ട് കാണിച്ചു തരാം. ഗൈസ് സ്നോഫാൾ കണ്ടപ്പം എനിക്ക് അർജ് അതിങ്ങനെ കൊള്ളാൻ പണി പിടിക്കാൻ വേണ്ടി ഓരോരോ ഇത്. നമുക്ക് സ്നോഫാൾ കണ്ടിട്ട് ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. എന്റെ പൊന്നോ, ഇത് നോക്ക്, സീൻ. ഗൈസ് നിങ്ങൾക്കത് കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് നല്ല ഭംഗി. പക്ഷെ ഇത് ഞാൻ എങ്ങനെ കാണിച്ചൊരു നിങ്ങളെ. Let's see. ഇത് മഴ പോലുണ്ട്, തണുക്കുന്നു. ഇത് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ്.